ഹലോ മക്കളെ, പ്ലസ് ടു മാത്സിൽ വളരെ സുഖമായിട്ട് 9 മാർക്ക് നേടാൻ വേണ്ടി സാധിക്കുന്ന ചാപ്റ്ററാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ കാണുന്ന ചാപ്റ്ററിലെ 3 മാർക്ക് ചോദിക്കാൻ വേണ്ടി പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ സബ് ടോപ്പിക് ആണ്. സോ ഈ കാണുന്ന വീഡിയോ നമ്മൾ കണ്ടിന്യൂറ്റിയിലെ എക്സാമിന് ചോദിക്കാൻ വേണ്ടി ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തായിരിക്കും. സോ ഈ കാണുന്ന വീഡിയോ മൊത്തമായിട്ട് അത് കാണൂ. ആ കാണുന്ന 3 മാർക്ക് നിങ്ങളുടെ പോക്കറ്റിലാക്കും. ഇതാണ് മക്കളെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പിടിച്ചോളൂ. ഈ കാണുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉണ്ട്, അവന്റെ കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യും. ഇതാണ് ക്വസ്റ്റ്യൻ. എക്സ് ലെസ് ദാൻ 2 ഉണ്ട്, എക്സ് ഗ്രേറ്റർ ദാൻ 2 ഉണ്ട്, എക്സ് ഇക്വൽ 2 ഉണ്ട്. ആദ്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടത് എക്സ് ലെസ് ദാൻ 2 അവിടെ പോളിനോമിയലാണ്, എക്സ് ഗ്രേറ്റർ ദാൻ 2 അവിടെ പോളിനോമിയലാണ്, എക്സ് ഇക്വൽ ടു എന്റെ ഫംഗ്ഷൻ അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഈ പറയുന്ന 2 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ സ്പ്ലിറ്റിംഗ് പോയിന്റിൽ ആ കാണുന്ന പോയിന്റിൽ മാത്രമായിരിക്കാം എന്റെ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാം. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ കാണുന്ന പോയിന്റിൽ മാത്രമേ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. നോക്കൂ എല്ലാവരും. ഇഫ് എക്സ് ലെസ് ദാൻ 2 എന്താ ഫോർ എക്സ്, എഫ് ഓഫ് എക്സ് നമുക്കറിയാം, അത് എക്സ് സ്ക്വയർ മൈനസ് 1, അത് പോളിനോമിയലാണ്. പോളിനോമിയൽ നമുക്ക് എന്താണ്, കണ്ടിന്യൂസ് ആണെന്ന് അറിയാം. അടുത്ത് ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആരാ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പറയുന്നത് മക്കളെ നമുക്കറിയാം, അത് 2x മൈനസ് 1. ഈ പറയുന്ന രണ്ടുപേരും പോളിനോമിയലാണ്, പോളിനോമിയൽ. സോ എന്ത് പറയാൻ പറ്റി, പോളിനോമിയൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഗ്രേറ്റർ ദാൻ 2ലും ലെസ് ദാൻ 2ലും കണ്ടിന്യൂസ് ആയിരിക്കും. പക്ഷേ 2 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, ആ കാണുന്ന പോയിന്റ് നമുക്ക് എന്താണ് വേണമെങ്കിൽ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാം. അപ്പോൾ എല്ലാവരും ഓർക്കണം, ഇത്തരത്തിൽ സ്പ്ലിറ്റിംഗ് പോയിന്റ് എവിടെയാണുള്ളത് ആ കാണുന്ന പോയിന്റിലാണ് എന്റെ ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാൻ വേണ്ടി ചാൻസ് ഉള്ളത്. അറ്റ് എക്സ് ഇക്വൽ ടു എന്റെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് പരിശോധിക്കാൻ പോകുന്നു. അതായത് 2ന്റെ LHL വേണം, 2ന്റെ RHL വേണം. സോ 2ന്റെ LHL ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. മക്കളെ 2 എന്ന് പറഞ്ഞ പോയിന്റ് 2ന്റെ ലെഫ്റ്റ് സൈഡ് നമുക്കറിയാം 2 മൈനസും, 2ന്റെ റൈറ്റോ അത് 2 പ്ലസും ആണ്, എല്ലാവർക്കും അറിയാം. സോ RHL എന്തായിരിക്കും, RHL എന്ന് പറയുമ്പോൾ അത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, സോ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 മൈനസ്. മക്കളെ 2 മൈനസ് പറഞ്ഞാൽ 2നെക്കാളും ചെറുത്. നിങ്ങൾ ഓടിപ്പോയി നോക്കുക, ഈ പറയുന്ന 3 എണ്ണത്തിലെ 2നെക്കാളും ചെറുത് ലെസ് ദാൻ 2 വരുന്നത് എവിടെയാ, ലെസ് ദാൻ 2 എവിടെയാ. അപ്പോൾ ആരാ ഫംഗ്ഷൻ, ആ കാണുന്ന ഭാഗത്ത് എന്റെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ മൈനസ് 1 ആണ്. സോ ഓടിപ്പോയിട്ട് എന്ത് ചെയ്യാ, ഈ കാണുന്ന ഭാഗത്ത് നമ്മൾ എഴുതാ എഫ് ഓഫ് എക്സിന് പകരം എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് എന്തായി, എക്സ് 2 ആണെങ്കിൽ 2 സ്ക്വയർ മൈനസ് 1 എന്ന് കിട്ടി. ഇറ്റ് ഇസ് സെയിം ആസ് 4 മൈനസ് 1. ദി ആൻസർ ഇസ് 3. കഴിഞ്ഞു. വളരെ സുഖമായിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റി. അടുത്ത എന്താണ്, ആർച്ചിലേക്ക് പോകുന്നു. നമ്മുടെ എക്സ്റ്റൻസ് 2 പ്ലസ് മീൻസ് 2നെക്കാളും വലുത്, ഗ്രേറ്റർ ദാൻ 2. 2നെക്കാളും വലുതാണെങ്കിൽ എന്റെ ഫംഗ്ഷൻ ആരാ, എന്റെ ഫംഗ്ഷൻ കൃത്യമായിട്ട് മനസ്സിലായത് 2x മൈനസ് 1 ആണ്. സോ ഓടിപ്പോയിട്ട് ഈ കാണുന്ന എഫ് ഓഫ് എക്സ് നമ്മൾ എന്ത് എഴുതി, 2x മൈനസ് 1. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2x മൈനസ് 1. എക്സിന് പകരം എന്താ, എക്സ് ഉണ്ട്, അതിന് പകരം 2 കൊടുക്കുക. എക്സിന് പകരം 2 ആകുമ്പോൾ എന്ത് കിട്ടും, ഇറ്റ് ഇസ് സെയിം ആസ് 4x, സോറി 4 ഇൻ 2 into 4 കേട്ടോ, ഇത് 2 കേട്ടോ, 2 into 4, 4 minus 1. ദി ആൻസർ ഇസ് 3. സോ LHLും RHLും ഈക്വൽ ആണ്. LHL ഈക്വൽ ടു RHL. അത് മാത്രം പോലെ എന്റെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് പറയാനായിട്ട് ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ ആയിരിക്കണം. അതായത് നമുക്ക് എന്താണ് എഫ് ഓഫ് എ എന്ന് പറയുന്നത്, ഈ കാണുന്ന പോയിന്റ് ആണ് 2. എഫ് ഓഫ് 2 എന്താണെന്ന് നോക്കാം. എക്സ് 2 ആകുമ്പോൾ എന്റെ ഫംഗ്ഷന്റെ വാല്യൂ എന്ത്, എക്സ് 2 ആകുമ്പോൾ എന്റെ ഫംഗ്ഷന്റെ വാല്യൂ വരാ അത് 4 ആണ്, മനസ്സിലായി. സോ എഫ് ഓഫ് 2 എന്താ നമുക്ക്, അത് 4 ആണ്. സോ LHLും RHLും നമുക്ക് എന്താണ് 3 ആണ്, പക്ഷേ എഫ് ഓഫ് 2 4 ആണ്. അതായത് LHL ഈക്വൽ ടു RHL ബട്ട് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 2. അതുകൊണ്ട് എന്ത് പറയാൻ പറ്റി, എന്റെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഏത് പോയിന്റിൽ, എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞ പോയിന്റിൽ എന്റെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല, ബാക്കി എല്ലായിടത്തും അത് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ കൺക്ലൂഷൻ എഴുതണം. ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു. എക്സെപ്റ്റ് അറ്റ് എക്സ് ഈക്വൽ ടു എന്റെ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് നിങ്ങൾ കൺക്ലൂഷനിൽ എഴുതി വെക്കുക. നമ്മൾ നേരെ പോകും മക്കളെ നെക്സ്റ്റ് വൺ. ഇതേപോലെ ഇവിടെ കുറച്ചുകൂടി സ്പെസിഫിക് ആണ്. എന്താ, എക്സിക്കൽ ടു 1ൽ എന്റെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ എക്സിക്കൽ ടു 1ന്റെ LHLും RHLും കണ്ടുപിടിക്കുക. അറ്റ് എക്സിക്കൽ ടു 1. സോ ലിമിറ്റ് ഇവന്റെ LHL കേട്ടോ, LHL ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ആൻഡ് അവന്റെ RHL എന്താ, ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്.
1 മൈനസ് മീൻസ് 1-നേക്കാളും ചെറുത്, അതായത് ലെസ് ദാൻ 1, 1-നേക്കാളും ചെറുത്. ലെസ് ദാൻ 1 ആണെങ്കിൽ എന്റെ ഫംഗ്ഷൻ ആരാ? അത് x+2 ആണ്. ഓടിപ്പോയി എഴുതി മക്കളെ, എന്റെ ഫംഗ്ഷന് പകരം x+2. സോ ലിമിറ്റ് x ടെൻസ് ടു 1 x+2. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ എക്സിന് പകരം 1 കൊടുത്തു. ഇവിടെ x ഉണ്ടല്ലോ, പകരം 1. സോ 1+2 ഇറ്റ് ഈസ് 3. സിമിലർലി RHL ലിമിറ്റ് x ടെൻസ് ടു 1+1+ മീൻസ് 1-നേക്കാളും വലുത് ഗ്രേറ്റർ ദാൻ 1. ആരാ ഫംഗ്ഷൻ? x-2. സോ ലിമിറ്റ് x ടെൻസ് ടു 1 x-2. എക്സിന് പകരം 1 കൊടുക്കുക. സോ എന്ത് കിട്ടും മക്കളെ? 1 - 2 ഇറ്റ് ഈസ് സെയിം ആസ് -1. സോ കൃത്യമായിട്ട് മനസ്സിലായി നമുക്ക് എന്താണ് LHലും RHലും ഈക്വൽ അല്ല. which implies the function is not continuous at x equal to 1. x equal to 1-ൽ എന്റെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. നമ്മൾ നേരെ പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ. ഇതാണ് ഇവിടുത്തെ നെക്സ്റ്റ് ടൈപ്പ്. അതായത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അങ്ങനെയാണെങ്കിൽ എന്റെ കെയുടെ വാല്യൂ എന്ത്? ഇങ്ങനത്തെ ഒരു ചോദ്യം എക്സാമിന് ചോദിക്കാൻ ഒരുപാട് ചാൻസ് ആണ്. ഏറ്റവും വലിയ ചാൻസ് നമുക്ക് എന്താണ്? ഇത്തരത്തിൽ ഒരു ചോദ്യം ചോദിക്കാനാണ്. കെയുടെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നിർബന്ധമായിട്ടും എല്ലാവരും പഠിക്കണം കേട്ടോ. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റി LHലും RHലും ഈക്വൽ ആണ് ആൻഡ് ഈക്വൽ ടു f(2) ആണ്. ഇവിടെ 0.2 അല്ലേ, അതുകൊണ്ട് 2 ആണ്. എന്ത് ചെയ്യുന്നു? LHL മീൻസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു, ഓക്കെ, ഇവിടുത്തെ 0.2 ആണ്, അതുകൊണ്ട് 2 മൈനസ് f(x) ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2 പ്ലസ് f(x) ഈക്വൽ ടു f(2). പറയാം മക്കളെ, 2 മൈനസ് വിച്ച് മീൻസ് 2-നേക്കാളും ചെറുതാണ്, ലെസ് ദാൻ 2 ആണ്. ലെസ് ദാൻ 2 ആകുമ്പോൾ എന്റെ ഫംഗ്ഷൻ ആരാ? അത് kx². സോ ലിമിറ്റ് x ടെൻസ് ടു kx² ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 2 പ്ലസ് മീൻസ് 2-നേക്കാളും വലുത് ഗ്രേറ്റർ ദാൻ 2 ആണ്. ആരാ ഫംഗ്ഷൻ? അത് 3 ആണെന്നറിയാം. കഴിഞ്ഞു. ചിലപ്പോൾ ചില സംശയം ഉണ്ടാകും, ഇവിടെ 2 മൈനസ് അല്ല മനുഷ്യ, ഇവിടെ 2 ഉള്ളല്ലോ, ഇവിടെ 2 പ്ലസ് അല്ലേ, അത് 2 ഉള്ളല്ലോ. മക്കളെ, ഈ LHL ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ആണ്, റൈറ്റിൽ നിന്ന് അപ്രോച്ച് ആണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് 2 മൈനസും 2 പ്ലസും ഇടുന്നത്. ആ കാണുന്ന ഫംഗ്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കാണുന്ന 2 മൈനസിന്റെ 2 പ്ലസിന്റെ ആവശ്യമില്ല കേട്ടോ. ഏത് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കണം, അതിനാണ് 2 മൈനസും 2 പ്ലസും. ഓക്കെ, മുന്നോട്ട് പോകുന്നു. ആൻഡ് ഈക്വൽ f(2). f(2) മീൻസ് എക്സിന്റെ വാല്യൂ 2 ആകുമ്പോൾ നിങ്ങൾ പറയും ഇതിനകത്ത് എവിടെയാണ് എക്സിന്റെ വാല്യൂ 2 ആവുന്നത്? x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നുകിൽ x ലെസ് ദാൻ 2 ആണ്, ഓർ x ഈക്വൽ 2 ആണ്. സോ x ഈക്വൽ 2 ആകുമ്പോഴും എന്റെ ഫംഗ്ഷൻ ആരാ? അത് kx² ആണ്. ഇനി വീണ്ടും എഴുതണ്ട, എന്തുകൊണ്ടാ? ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, kx². ശ്രദ്ധിക്കണം, x എന്താണ്? x 2 ആണ് കേട്ടോ. അപ്പൊ k × 2² വരും. ഇത് എഴുതില്ലെങ്കിൽ പ്രശ്നമല്ല, കാരണം സെയിം ഫംഗ്ഷൻ ആണ് എന്ത് എടുക്കുന്നത് രണ്ടുപേരും. LHലും എന്റെ f(2) എന്താണ്? സെയിം ഫംഗ്ഷൻ. എക്സിന്റെ വാല്യൂ 2 ആവുന്നു, f(2) k × 2² ആയിട്ട് വരും. അത് എഴുതില്ലെങ്കിൽ പ്രശ്നമല്ല കേട്ടോ, ഇങ്ങനെ എഴുതാൻ മതി. നമ്മുടെ ഈ എന്താണ്? k കണ്ടുപിടിക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഓടിപ്പോയിട്ട് എക്സിന് എന്താ 2 കൊടുത്തു. സോ എന്ത് കിട്ടി? 2² k × 2² ഈക്വൽ ടു, ഇവിടെ 2 കൊടുക്കാൻ വേണ്ടി വേറെ x ഒന്നുമില്ല, അതുകൊണ്ട് 3 കിട്ടി. 3 അല്ലേ, ആണ് 3 അല്ലേ. സോ k × 4 ഈക്വൽ 3, which implies k equal to 3/4. സോ വളരെ സുഖമായിട്ട് എല്ലാവർക്കും ആൻസർ ലഭിക്കുന്ന ചോദ്യമാണ് ഈ പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക എല്ലാവരും. അതേപോലെ തന്നെയാണ് എന്റെ ഫംഗ്ഷൻ 5 എന്ന് പറഞ്ഞ പോയിന്റ് കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് കെയുടെ വാല്യൂ? ഹു ഇസ് കെ? എന്താ ചെയ്യേണ്ടത്? LHലും RHലും f(5) ഈക്വൽ ആണ്. ഇവിടെ f(5) ആണ് കേട്ടോ. പക്ഷെ ഞാൻ ഈ f(5) എടുക്കേണ്ട കാര്യമില്ല, കാരണം LHലും RHലും വെച്ച് നമുക്ക് എന്താണ് വളരെ സുഖമായിട്ട് കെയുടെ വാല്യൂ കിട്ടും. സോ LHL ഈക്വൽ ടു RHL ആണ് നമുക്കറിയാം. എന്താ LHL? ലിമിറ്റ് x ടെൻസ് ടു 5 മൈനസ് f(x) ഈക്വൽ ടു RHL എന്താ മക്കളെ? ലിമിറ്റ് x ടെൻസ് ടു 5 പ്ലസ് f(x). ഓക്കെ, 5 മൈനസ് മീൻസ് 5-നേക്കാളും ചെറുത്, ലെസ് ദാൻ 5. ആരാ ഫംഗ്ഷൻ? 3x - 8. സോ ലിമിറ്റ് x ടെൻസ് ടു 5 3x - 8 ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 5. മക്കളെ, 5 പ്ലസ് മീൻസ് 5-നേക്കാളും വലുത്, ഗ്രേറ്റർ ദാൻ 5. ആ സമയത്ത് ആരാ ഫംഗ്ഷൻ? 2k. എവിടേക്കാണ് x ഉള്ളത്? എല്ലാ എക്സിനും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓടിപ്പോയിട്ട് 5 കൊടുക്കാം. വേറെ ഒന്നും ആലോചിക്കണ്ട, എല്ലാ എക്സിനും 5 കേട്ടോ. സോ ഇവിടെ x ഉണ്ട്, ആ കാണുന്ന എക്സിന് 5 കൊടുത്തു. സോ 3 × 5 - 8 ഈക്വൽ ടു
ഇവിടെ പ്രത്യേകിച്ച് എക്സ് ഒന്നും ഇല്ല, അതുകൊണ്ട് 5 കൊടുക്കാനില്ല. 2k മാത്രമേ ഉള്ളൂ. 2k. 3 into 5 15. 15 minus 8, it is same as 7 equal to k, which implies k equal to 7/2. ഇത്ര മാത്രമാണ് നമുക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ഉത്തരം വരുന്നത്. 15 minus 8 അത് 7 ആണ് കേട്ടോ. മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എയും ബിയും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാം. ഇതാണ് ചോദ്യം. വളരെ സിമ്പിൾ ഒരു അൺസൈഡ് ക്വസ്റ്റ്യൻ തന്നെയാണത്. എക്സാമിന്റെ പ്രീവിയസ് ഇയറുമാണ്. അതായത് എന്റെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് എക്സുകൾ 3. എക്സുകൾ 3ൽ എന്റെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് എയും ബിയും തമ്മിലുള്ള ബന്ധം? നമുക്കറിയാം LHLും RHLും ഈക്വൽ ആയിരിക്കും, ബിക്കോസ് ദേ ആർ കണ്ടിന്യൂസ്. സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു, ഇവിടുത്തെ പോയിന്റ് 3 ആണ്, അതുകൊണ്ട് 3 മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ്. 3 മൈനസ് മീൻസ് 3നേക്കാളും ചെറുത് ലെസ് ദാൻ 3. 3നേക്കാളും ചെറുതാണ് എന്റെ ഫംഗ്ഷൻ ആരാണ്? അത് AX+1 ആണ്. സോ ഓടിപ്പോയി എന്ത് ചെയ്യുക, നമ്മളുടെ ഈ കാണുന്ന ഭാഗത്ത് എഫ് ഓഫ് എക്സ് നമ്മൾ എന്ത് ചെയ്തോ, നമ്മൾ AX+1 കൊടുത്തു ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു 3 പ്ലസ് 3 പ്ലസ് മീൻസ് മക്കളെ 3നേക്കാളും വലുത് ഗ്രേറ്റർ ദാൻ 3. ഗ്രേറ്റർ ദാൻ 3 ആകുമ്പോൾ എന്റെ ഫംഗ്ഷൻ ആരാണ്? അത് BX+3. എവിടെയാണോ എക്സ് ഉള്ളത് കംപ്ലീറ്റ് എക്സ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ 3 കൊടുക്കാതെ ഇവിടെ എക്സ് ഉണ്ട് 3 കൊടുത്തു, എക്സ് ഉണ്ട് 3 കൊടുത്തു. x3 നമ്മൾ എന്ത് കിട്ടി? 3 into A+1, 3A+1 ഈക്വൽ ടു ഇവിടെയും എക്സ് ഉണ്ടല്ലോ, ഈ കാണുന്ന x3 നമ്മൾ എന്താ 3B+3. എയും ബിയും അല്ല ഒരു ഭാഗത്ത് എഴുതാം, 3Aയും 3Bയും ഉണ്ട്. എന്താ എഴുതി? 3A. ഈ പറയുന്ന പ്ലസ് 3B പുറം വന്നു, അത് മൈനസ് 3B ഈക്വൽ ടു 3. അങ്ങനെ തന്നെ എഴുതി. ആൻഡ് +1 അപ്പുറം പോയി -1, ഇറ്റ് ഇസ് സെയിം ആസ് 2. സോ 3A minus 2B equal to minus 3B equal to 2. വേണമെങ്കിൽ എന്ത് എഴുതാം? 2ന് 3 കോമൺ പുറത്തെഴുതി into A minus B equal to 2, which implies A minus B equal to ഈ കാണുന്ന 3 ഇൻറ്റു ആണ്, അപ്പുറം ഡിവിഷൻ ആയിട്ട് മാറി 2/3. ഇങ്ങനെ ഷോപ്പ് ചെയ്യാം. ഇതാണ് എൻ്റെ എയും ബിയും തമ്മിലുള്ള ബന്ധം. A minus B equal to 2/3. ഇത്ര എഴുതിയാലും പ്രശ്നമല്ല, ഇവിടെ എഴുതിയാലും നമുക്ക് എന്താണ് മാർക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. ഇത്ര മാത്രം എഴുതിയാലും യാതൊരു ഇഷ്യൂമില്ല, മാർക്ക് ലഭിക്കും. മുന്നോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കാം. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ഞാൻ സൈലത്തിന്റെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ എക്സ്പ്രസ് റിവിഷൻ ലൈവിനകത്ത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ആ കാണുന്ന പരിശോധിക്കുക. വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് എന്താണ് ഇത് ലഭിക്കുന്നതായിരിക്കും. നിരന്തരമായിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവനെ ചെയ്യാണ്ടിരിക്കുന്നത്. ഇവന്റെ ഇമ്പോർട്ടൻസ് ഹൈ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഈ കാണുന്ന വീഡിയോ, ഈ കാണുന്ന ക്വസ്റ്റ്യന്റെ ഉത്തരം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയൂ, ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തുതരാം. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാണുന്ന ക്വസ്റ്റ്യൻ. ഹൈലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക എല്ലാവരും. എന്താണ് വാല്യൂ ഓഫ് കെ? ഇഫ് f of x equal to pi minus 2x, if x not equal to pi by 2. 3 if x equal to pi by 2 at x equal to pi by 2 എൻ്റെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എഫ് കണ്ടിന്യൂസ് ആണ് ഏത് പോയിന്റിൽ? അറ്റ് എക്സ് ഇക്വൽ ടു പൈ ബൈ 2. അങ്ങനെയാണെങ്കിൽ എൻ്റെ കെയുടെ വാല്യൂ ഉണ്ട്. ഇത് ഒരു ക്ലാസിക് ക്വസ്റ്റ്യൻ ആണ്, നല്ല ക്വസ്റ്റ്യൻ ആണ്. എക്സാമിന് ചോദിച്ചാൽ, ഇത്ര കാലം ചോദിച്ചാൽ ഒരു മനോഹരമായ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറയുന്ന സ്റ്റെപ്സ് എല്ലാവരും അതേപടി ഫോളോ ചെയ്യുക, അതേപടി ആലോചിക്കാം. ഇവിടെ LHLും RHLും ഈക്വൽ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, ബിക്കോസ് ഇറ്റ് ഇസ് കണ്ടിന്യൂസ് ആൻഡ് വിൽ ബി ഈക്വൽ ടു വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് ദി ഗിവൺ പോയിന്റ്. എൻ്റെ പോയിന്റ് ഏതാ? പൈ ബൈ 2 ആണ്. സോ എഫ് ഓഫ് പൈ ബൈ 2. ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ LHLും RHLും എഴുതി. എന്താ LHL? പോയിന്റ് പൈ ബൈ 2 ആണ്. സോ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു പൈ ബൈ 2 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കേട്ടോ, ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു പൈ ബൈ 2 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് പൈ ബൈ 2. ഇതാണ് സംഭവം. കിട്ടിയല്ലോ. ഇവിടെ LHL എന്താ? പൈ ബൈ 2 മൈനസ്. പൈ ബൈ 2 മൈനസ് മീൻസ് അത് പൈ ബൈ 2 അല്ല, അല്ലേ? പൈ ബൈ 2 മൈനസ് പറയുമ്പോൾ അത് പൈ ബൈ 2 അല്ല. പൈ ബൈ 2 അല്ലെങ്കിൽ എന്റെ ഫംഗ്ഷൻ ആരാ? പൈ ബൈ 2 അല്ലെങ്കിൽ കണ്ട എക്സ് പൈ ബൈ 2 അല്ലെങ്കിൽ എന്റെ ഫംഗ്ഷൻ കെ കോസ് എക്സ് ഡിവൈഡഡ് ബൈ പൈ മൈനസ് 2 എക്സ്. ഓടിപ്പോ എന്ത് എഴുതി? ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു പൈ ബൈ 2 k cos x divided by pi minus 2x equal to limit x tends to pi by 2 plus. Pi by 2 plus means അപ്പോൾ pi by 2 അല്ല,
π/2 വലുത്. π/2 അല്ലെങ്കിൽ എന്റെ ഫംഗ്ഷൻ ആരാ? എന്റെ ഫംഗ്ഷൻ മറ്റാരുമല്ല k cos x ഡിവൈഡഡ് ബൈ π - 2x. എന്ത് എഴുതി? ലിമിറ്റ് x ടെൻസ് ടു π/2 k cos x divided by π - 2x equal to f of π/2. എക്സിന്റെ വാല്യൂ π/2 ആകുമ്പോൾ ആരാ ഫംഗ്ഷൻ? അത് 3 ആണെന്ന് മനസ്സിലായി. ഓടിപ്പോയി 3 ആയി. സിവന്മാർ രണ്ടുപേരും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഒരാൾ മാത്രം എഴുതി. സോ ലിമിറ്റ് x ടെൻസ് ടു π/2 k cos x divided by π - 2x equal to 3 കിട്ടി. ഇതാണ് ലഭിച്ചിരിക്കുന്നത്. ഇത്രയ്ക്കും എല്ലാവർക്കും അത് ഗംഭീരമായി മനസ്സിലായി വിശ്വസിക്കുന്നു. ഇനിയാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട നോക്കേണ്ട സ്റ്റെപ്സ്. ഒരിക്കലും cos x-ന് ഒറ്റയ്ക്ക് നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. ഓർക്കണം, കോസ് ഉണ്ടെങ്കിൽ കോസിനോടൊപ്പം ഒരു 1 ഉണ്ടാവണം. ഇവിടെ 1 ഇല്ല, ഇവർ ഒറ്റയ്ക്കാണ്. ഇതൊരു കോൺസ്റ്റന്റ് കേട്ടാ, അത് കോൺസ്റ്റന്റ് ആണ്, നമുക്ക് വേണം പുറത്ത് എഴുതാൻ പറ്റും. കണ്ട, ആ കോൺസ്റ്റന്റ് ആണ്, യാതൊരു ഇഷ്യൂ ഇല്ല. അത് 2 പോലെ അല്ലെങ്കിൽ 3 പോലെ നമുക്കറിയാം. 2ഉം 3 ഒക്കെ നമുക്ക് എന്താണ് ലിമിറ്റിനെ പുറത്ത് എഴുതാൻ പറ്റും. അതേപോലെ കോൺസ്റ്റന്റ് ആണ്, ഫംഗ്ഷൻ ഒന്നല്ല. അപ്പോൾ ഇവിടെ കോസ് ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ല, പറ്റില്ല. ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കുന്നവൻ ഒരുത്തൻ മാത്രമാണ്, മറ്റാരുമല്ല, അത് sin x ആണ്. ഓടിപ്പോ എന്ത് ചെയ്യണം? ഈ കാണുന്ന cos x-നെ നമ്മൾ sin x-ന്റെ ടേംസിലേക്ക് മാറണം. അങ്ങനെ പറ്റാ? നമ്മൾ പണ്ട് +1 പഠിച്ചിട്ടുണ്ട്. sin of π/2 - x ഓർത്തു കേട്ടോ. ഇറ്റ് ഈസ് സെയിം ആസ് cos x. sin of π/2 - x എന്നാണ്, അത് cos x ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്ത് ചെയ്യാ? ഓടിപ്പോയിട്ട് ഈ പറയുന്ന k ഇൻറ്റു ലിമിറ്റ് x ടെൻസ് ടു π/2 cos x എന്ത് എഴുതി മക്കളെ? sin of π/2 - x. ഒരാഗ്രഹം, മേലെ നോക്കുമ്പോൾ ആംഗിൾ π/2 - x ആ, താഴെയോ? അയ്യോ, താഴെ π - 2x ആ. അത് മാറ്റണം. ഇവിടെ താഴെ നോക്കുമ്പോൾ π - 2x കാണുമ്പോൾ എനിക്കൊരു പഞ്ച് തന്നെ. മേലെ x ആണ്, എക്കാലം അങ്ങനെയുണ്ട്. ഇവിടെ 2x, ആംഗിൾ ഒക്കെ വേറെ. ഞാൻ ആലോചിച്ചു, ഈ കാണുന്ന 2x x ആക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ കാണുന്ന 2 ഒഴിവാക്കണം. ഞാൻ ഡിനോമിനേറ്ററിൽ നിന്ന് 2 കോമണെ പുറത്തെഴുതി. നോക്കിയേ, ഞാൻ 2 താഴെ നിന്ന് കോമണെ പുറത്തെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നോക്കണം കേട്ടോ. ഓക്കെ, ഞാൻ 2 താഴെ നിന്ന് കോമണെ പുറത്തെടുത്തു. ഇവിടെ നിന്ന് പുറത്തെടുത്തു. സോ ആരാണോ കോമണായി പുറത്തു വരുന്നത് അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ പൈനെ ഞാൻ 2 ഡിവൈഡ് ചെയ്തു, π/2 മൈനസ് 2x-നെ ഞാൻ 2 ഡിവൈഡ് ചെയ്തു. സോ എന്ത് കിട്ടി? x ഈക്വൽ ടു 3. ഈ 2 കോൺസ്റ്റന്റ് ആണ്, ഞാൻ പുറത്ത് എഴുതി കേട്ടോ. ഇത് നേരെ പുറത്ത് എഴുതി. 2 കോൺസ്റ്റന്റ് അല്ലേ, പുറത്ത് എഴുതി. k/2 നോക്കുമ്പോൾ sin π/2 - x ഡിവൈഡഡ് ബൈ π/2 - x പണ്ട് പഠിച്ചൊരു ഫോർമാറ്റാ. sin x ഡിവൈഡഡ് ബൈ x. sin x ബൈ x ആസ് ലിമിറ്റ് x ടെൻസ് 0 ആണെങ്കിൽ 1 ആണ്. ഇവിടെ നോക്കുമ്പോൾ x ടെൻസ് π/2 ആണ്. നിങ്ങൾ മനസ്സിലാക്കാം, ഇത്ര മാത്രം ആലോചിച്ചാൽ മതി. ഈ കാണുന്ന x ടെൻസ് π/2-നെ നമുക്ക് വേണമെങ്കിൽ π/2 - x ടെൻസ് 0 എഴുതാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത് സംശയമുള്ളവരുണ്ടായി കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട, നിങ്ങളുടെ ഇത് sin x ബൈ x ആണ്, 1 എന്ന് എഴുതിക്കോ. ഇനി കൂടുതൽ അറിയണം എന്നൊരു ആഗ്രഹമുള്ളവരാണെങ്കിൽ ശ്രദ്ധിക്കലാവരും. ലിമിറ്റ് x ടെൻസ് 0 sin x ബൈ x ഇതാണ് 1. അപ്പോൾ ഇത് x ആണ്, ഇതും x ആണ്, ഇതും x ആണ്, എല്ലാം സെയിം ആണ്. അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം x ടെൻസ് π/2 ആണ് ക്വസ്റ്റ്യനിലുള്ളത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇത്ര മാത്രമാണ്, π/2 - x ടെൻസ് എന്തായിരിക്കും? π/2 - x. എന്താ ചെയ്യേണ്ടത്? ഇവിടെയുള്ള x ഉണ്ടല്ലോ, ഈ എക്സിന് നിങ്ങൾ π/2 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? കാരണം x ടെൻസ് π/2 ആണെന്നറിയാം. x ടെൻസ് π/2 ആണ്, അതായത് എക്സിന്റെ വാല്യൂ π/2 ആകുന്നു. എക്സിന്റെ വാല്യൂ π/2 ആയി. സോ π/2 - π/2 അതായത് 0. സോ x ടെൻസ് π/2 ആണെങ്കിൽ π/2 - x ടെൻസ് 0 ആണ്. അപ്പൊ എന്ത് എഴുതി? ലിമിറ്റ് π/2 - x ടെൻസ് 0. ബാക്കി ഇവിടെ എന്തുണ്ട്? ബാക്കി sin π/2 - x ഉണ്ട്. താഴെ ഒരു π/2 - x ഉണ്ട്. കണ്ട? സോ എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതായത് ഇവിടെ x ടെൻസ് π/2 എന്ന് പറയുന്നതും π/2 - x ടെൻസ് 0 എന്ന് പറയുന്നതും എല്ലാം സെയിം ആണ്. സോ വളരെ വ്യക്തമായിട്ട് ഇവൻ x ആണെങ്കിൽ ഇവനും x ആണ്, ഇവനും x ആണ്. സോ ലിമിറ്റ് x ടെൻസ് 0 sin x ബൈ x എന്ന് പറഞ്ഞ ഫോർമാറ്റിലേക്ക് ഇവർ മാറ്റാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഈസ് സെയിം ആസ് 1.
1 ആണ്. അപ്പോൾ എന്താ ഈ കാണുന്നവൻ ഇത് 1 ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സോ k by 2 into 1 equal to 3. Which implies k equal to 6. ഇനി ഈ സ്റ്റെപ്പ് മനസ്സിലാവാത്തുണ്ടല്ലോ, ഒന്നും അലക്കണ്ട. sin x by x കണ്ടു 1 എഴുതിക്കോ, ഒന്നും അലക്കണ്ട. ഇങ്ങനെ എഴുതണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇവനെ sin x by x കണ്ടപ്പോൾ 1 എന്ന് പറഞ്ഞ് എഴുതി k by 2 into 1 equal to 3, അതായത് k equal to 6 എന്ന് പറഞ്ഞ് ഈ സ്റ്റെപ്സ് മാത്രം എഴുതിയാൽ മതി, ഫുൾ മാർക്ക് ലഭിക്കും. ഞാനിതാ ഈ കാണുന്ന ഭാഗത്ത് മക്കളെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, x square sin 1 by x if x not equal to 0 and x equal to 0, ഇത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചോദിക്കും. ഇവിടെ നമ്മൾ എന്താണ് LHലും RHലും കാണുന്നു. LHL RHL. LHL മീൻസ് ഇവിടുത്തെ പോയിന്റ് 0 ആയതുകൊണ്ട് ലിമിറ്റ് x tends to 0 minus f of x. And RHLO limit x tends to 0 plus f of x. 0 minus means 0 കാൾ ചെറുതാണ്, ലെസ് ദാൻ 0. ലെസ് ദാൻ 0 ആണെങ്കിൽ 0 അല്ല എന്നാണ് മീനിങ് വരുന്നത്, നോട്ട് 0. സോ x square sin 1 by x അതാണ് ഫംഗ്ഷൻ കേട്ടോ. സോ ലിമിറ്റ് x tends to 0 x square sin 1 by x. And 0 plus means അവിടെയും 0 അല്ല എന്നാണ് മീനിങ്. 0 അല്ലെങ്കിൽ ആരാ ഫംഗ്ഷൻ? x square sin 1 by x. സോ ലിമിറ്റ് x tends 0 x square sin 1 by x. എക്സിന് പോയി 0 കൊടുത്തു, സ്വന്തം കിട്ടി 0 സ്ക്വയർ ഇൻറ്റു സൈൻ 1 by 0. സൈൻ 1 by 0 ഒരു വാല്യൂ ആണ്, നമുക്ക് അറിയില്ല കേട്ടോ, കാരണം സൈൻ്റെ വാല്യൂ മാക്സിമം -1 to 1 ആണ്. സോ -1ൻ്റെയും 1ൻ്റെയും ഇടയിലൊരു വാല്യൂ ആണെന്ന് സൈൻ 1 by 0, അറിയില്ല. പക്ഷേ 0 ഇൻറ്റു ഒരു ഫൈനൈറ്റ് നമ്പർ, അത് 0 ആണ്. സോ എക്സിന് 0 കൊടുത്തു. സോ 0 ഇൻറ്റു എനി നമ്പർ ഇറ്റ്സ് 0. ഇവിടെയോ? ഇവിടെ അങ്ങനെ തന്നെ 0 ഇൻറ്റു സൈൻ 1 by 0. സൈൻ 1 by 0 അതൊരു ഫൈനൈറ്റ് വാല്യൂ ആണ്, ഒരു ഫൈനൈറ്റ് ആണ്, നമുക്ക് അറിയില്ല. പക്ഷേ സോ 0 ഇൻറ്റു എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ഇറ്റ്സ് അഗൈൻ 0. സോ LHലും RHലും 0 എന്ന് കിട്ടി. ആൻഡ് f of 0 എന്താ? f of 0 മീൻസ് എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ ഫംഗ്ഷന്റെ വാല്യൂ 0. സോ ഇത്ര മാത്രമാണ് നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങൾ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കൃത്യമായിട്ട് ലൈവിനകത്ത് ഡിസ്കസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചോദ്യം ഉണ്ടായിരുന്നു പണ്ടൊരിക്കൽ, എൻ്റെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന്, ലിമിറ്റ് അല്ല f of x ഇങ്ങനെയാണോ, f of x equal to sin x by x if x not equal to 0 and 1 if x equal to 0. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്യൂട്ടിഫുൾ ആയ ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ഇത് കൃത്യമായിട്ട് നമുക്കറിയാം ആസ് ലിമിറ്റ് x in 0 sin x by x 1 ആണെന്ന് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ LHലും RHലും എൻ്റെ ഫംഗ്ഷൻ്റെ വാല്യൂ എല്ലാം തന്നെ ഈക്വൽ ആയിരിക്കും. സോ ഇങ്ങനത്തെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിനകത്ത് ഡിസ്കസ് ചെയ്യും. സീ യു ഓൾ. എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാമായിരിക്കും എക്സ്പ്രസ് സൊല്യൂഷൻ അതിഗംഭീരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ചാപ്റ്റേഴ്സുകളെ അതിഗംഭീരം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എക്സ്പ്രസ് സൊല്യൂഷൻ നിർബന്ധമായിട്ട് കാണുക. മറ്റു വീഡിയോയിൽ പിന്നീട് കാണാം. ടിൽ ബൈ ഓൾ. താങ്ക് യു ആൻഡ് സൈനിങ് ഓഫ് അഫ്നാസ് അഗൈൻ ഫ്രം സൈലന്റ് ലേണിംഗ്. എല്ലാവരും ഈ പറയുന്ന ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. കമന്റ് ബോക്സിൽ ക്ലാസിന്റെ വലിയ അഭിപ്രായങ്ങൾ എല്ലാവരും തന്നെ കമന്റ് ചെയ്യുക. ബൈ. താങ്ക് യു ഓൾ.